ഒരടാറ് മഴയും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഷോയും. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എന്നൊരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ച് പോകുന്ന കേട്ടോ. കൂത്താട്ടുകുളത്ത് എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ പടം ഇല്ല. അപ്പം തോന്നി എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, തൊടുപുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്. ഏതാ പടം എന്ന് പോലും അറിയില്ല, ചുമ്മാ അങ്ങ് പോവുകയാണ്. സെക്കൻഡ് ഷോയ്ക്കാണ് പോകുന്നത്. നല്ല തകർപ്പൻ മഴ എന്ന് വെച്ചിട്ട് തകർപ്പൻ മഴ, റോഡ് പോലും കാണാൻ പറ്റത്തില്ലാത്ത മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി തിയേറ്ററിലെത്തി. അപ്പോഴും ടിക്കറ്റ് ഒരു സിനിമ ഞാൻ കേട്ടു, ചോട്ടാ മുംബൈ റിലീസ് ചെയ്തേക്കുന്നത്, അത് സെക്കൻഡ് ഷോ ഉണ്ട്. അടുത്ത ഏതാ പടം പോലും എനിക്ക് മനസ്സിലായില്ല. എനിവേ ഇരുന്നു. അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ആശീർവാദിനാണ് പോയത്, പ്രണവ വിസ്മയ. അപ്പോൾ മക്കളുടെ പേരിൽ തന്നെയാണ് ഓരോ തിയേറ്ററും. അപ്പോൾ നമ്മുടെ സിനിമ പ്രണവിലായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് സിനിമയുടെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കത് സത്യം പറഞ്ഞാൽ അതൊരു സിനിമ പേര് എനിക്ക് മനസ്സിലാവുകൊണ്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴയാണ്. അത്യാവശ്യം സെക്കൻഡ് ഷോ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മൂവി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പേര് നിങ്ങളെ കാണിക്കാം കേട്ടോ മൂവിയുടെ. ഇപ്പോഴും എനിക്കെന്താ വ്യസനസമേതം ബന്ധുമിത്രാദികളോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു കേട്ടോ ഫിലിം. ഒരു വലിയ ലെങ്തി ഒന്നും അല്ലാത്തൊരു ചെറിയൊരു പടം കേട്ടോ. അത്രയും ഇഷ്ടപ്പെട്ട വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു കഥയില്ലാത്ത ഒരു സിനിമ എന്നതിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്കങ്ങനെ വലിയ അത്രയ്ക്കങ്ങ് നല്ലൊരു അഭിപ്രായം പറയാൻ മാത്രമൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എല്ലാവർക്കും ആ ഒരു വ്യൂ ഓഫ് പോയിൻ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഇഷ്ടപ്പെട്ടവരും കാണുന്ന അത്യാവശ്യം കുറച്ച് കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഇതൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിയേറ്ററിനകത്ത് കയറി 9:30 ഷോ ആയിരുന്നു. 9:20 തിയേറ്ററിനകത്ത് അപ്പോൾ ജസ്റ്റ് അത് നിർത്തുന്നേ ഉള്ളൂ കേട്ടോ. വെട്ടവും പിടിച്ചൊന്നും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനാണ് സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് തന്നിട്ടോ. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു കോഫി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.